ഹായ്. അപ്പോൾ നമ്മൾ ജോഗ്രഫിയുടെ സെക്കൻഡ് ചാപ്റ്റർ ഇൻ സെർച്ച് ഓഫ് സോഴ്സ് ഓഫ് വിൻഡ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് വളരെ നീറ്റായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് ആണ് പഠിച്ചത്. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് ബാക്കി എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ സാർ, നമുക്ക് സ്ലൈഡ് ഒന്ന് കാണിക്കാം. ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ വിൻഡ്. കാറ്റിൻ്റെ വേഗതയെയും ദിശയെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ മൂന്നെണ്ണമാണുള്ളത്. പ്രഷർ ഗ്രേഡിയൻ്റ് ഫോഴ്സ്, കോറിയോളിസ് ഫോഴ്സ്, ഫ്രിക്ഷൻ, മർദ്ദചരിവ്, കോറിയോളിസ് പ്രഭാവം, ഘർഷണം എന്നിങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചേക്കുന്നത് കോറിയോളിസ് ഫോഴ്സ് ആണ് കേട്ടോ. ഏതാണ് കോറിയോളിസ് ഫോഴ്സ്? അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം എന്താണ് കോറിയോളിസ് ഫോഴ്സ് എന്നുള്ളത്. ഓക്കെ, അതിൽ ഈ ഡെഫിനിഷൻസ് ഇതേപോലെ നിങ്ങൾ പഠിച്ചിരുന്നേക്കണം. ദ ഫ്രീലി മൂവിങ് ബോഡീസ് ഗെറ്റ് ഡിഫ്ലക്റ്റഡ്. അതായത് ഭൂമിയിൽ സ്വതന്ത്രമായി ചലിക്കുന്ന ഓരോ വസ്തുക്കൾക്കും സ്ഥാനമാറ്റം ഉണ്ടാകുന്നു. റൈറ്റ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ലെഫ്റ്റ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ ഇടത്തോട്ടുമാണ് ഈ ഒരു സ്ഥാനമാറ്റം ഉണ്ടാകുന്നത്. ഇനി ദിസ് ഈസ് ഡ്യൂ ടു ദ ഫോഴ്സ് ജനറേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് എർത്ത് റൊട്ടേഷൻ. അതായത് ഭൂമിയുടെ ഭ്രമണമാണ് ഇതിന് കാരണമായിട്ട് പറയുന്നത്. ഭൂമിയുടെ ഭ്രമണമാണ് ഇതിന് കാരണം. ഇനി നമ്മുടെ ഈ ഒരു കോറിയോളിസ് ബലം ഉണ്ടല്ലോ, നമ്മുടെ ധ്രുവങ്ങളിലേക്ക് പോകും തോറും കൂടി വരും. ദ ഫോഴ്സ് ഇൻക്രീസസ് ആസ് ഇറ്റ് മൂവ് ടുവേർഡ്സ് പോൾസ്. ധ്രുവങ്ങളിലേക്ക് പോകും തോറും ഈ കോറിയോളിസ് ബലത്തിന് എന്ത് സംഭവിക്കും? ഇതങ്ങ് കൂടി 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 അങ്ങ് വരും. ഓക്കെ, ഇനി ഇത് കണ്ടുപിടിച്ച ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൽ കൂടിയാണ് ഇത് അറിയപ്പെടുന്നത്. എന്താണ്? വില്യം ഫെറൽ. അഡ്മിറൽ വില്യം ഫെറൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിയമത്തെ ഏത് പേരിലും കൂടെ അറിയപ്പെടുന്നു? ഫെറൽ നിയമം എന്നുകൂടെ അറിയപ്പെടുന്നു. ഫെറൽസ് ലോസ് ലോ എന്നുകൂടെ അറിയപ്പെടുന്നു. അപ്പോൾ കോറിയോളിസ് ഫോഴ്സ് ഇത്രയും കണ്ടന്റേ ഉള്ളൂ പഠിക്കാൻ. ഒരു 2-3 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടും. ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ഇത് കണ്ടുപിടിച്ച ആളുടെ പേര്. അഡ്മിറൽ വില്യം ഫെറൽ, അഥവാ ഇതിനെ ഫെറൽസ് ലോ എന്നുകൂടെ എന്ത് ചെയ്യാറുണ്ട്? ഇതിനെ അറിയപ്പെടാറുണ്ട്. അറിഞ്ഞിരിക്കണം കേട്ടോ കോറിയോളിസ് ഫോഴ്സ്. സാറേ അടുത്ത സ്ലൈഡ് ഒന്ന് കാണിക്കാം. ഓക്കെ, ഇനിയാണ് നമ്മൾ കാറ്റുകളിലോട്ട് കടക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് വിൻഡ്? വിവിധ തരം കാറ്റുകൾ ഏതൊക്കെയാണ്? ഒന്ന് പ്ലാനറ്ററി വിൻഡ്സ് അഥവാ ആഗോളവാദങ്ങൾ. 2 പീരിയോഡിക് വിൻഡ്സ് അഥവാ കാലികവാദങ്ങൾ. 3 പ്രാദേശിക വാദങ്ങൾ അഥവാ ലോക്കൽ വിൻഡ്. ലാസ്റ്റ് വേരിയബിൾ വിൻഡ്സ് അഥവാ അസ്ഥിരവാദങ്ങൾ. എല്ലാ കാറ്റുകളും കൂടി ഇപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കാറ്റുകളുടെ പേരും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ. എന്തായാലും ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് എന്ത് ചെയ്യും, കൺക്ലൂഡ് ചെയ്ത് അവിടെ പറഞ്ഞു തരും ഓരോന്നിലും എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം പ്ലാനറ്ററി വിൻഡ്. സാർ നമുക്ക് അടുത്ത സ്ലൈഡ് കാണിക്കാം. പ്ലാനറ്ററി വിൻഡ്. ദ വിൻഡ് ഡെവലപ്ഡ് ബിറ്റ്വീൻ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് ഈസ് നോൺ ആസ് പ്ലാനറ്ററി വിൻഡ്. നമ്മുടെ ആഗോള മർദ്ദ മേഖലകൾ പഠിച്ചായിരുന്നില്ലേ? ആഗോള മർദ്ദ മേഖലകൾക്ക് ഇടയിൽ വീശുന്ന കാറ്റുകളാണ് ഏതെന്ന് പറയുന്നത്? ആഗോള വാദങ്ങൾ എന്ന് പറയുന്നത്. ഒരു 3 എണ്ണമാണ് അതിലുള്ളത്. ട്രേഡ് വിൻഡ്, വെസ്റ്റേർലൈസ്, പോളാർ ഈസ്റ്റർലൈസ്. വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്നിങ്ങനെ 3 എണ്ണമാണ് നമുക്ക് അവിടെ ഉള്ളത്. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഇതിലെ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഓരോ കാറ്റുകളും ഇപ്പോൾ വാണിജ്യവാദങ്ങളായിക്കോട്ടെ, വാണിജ്യവാദങ്ങൾ എവിടെ നിന്ന് എങ്ങോട്ടാണ് കാറ്റ് വീശുന്നത് എന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഒരു പിക്ചർ ആ ഒരു ആരോ മാർക്ക് സഹിതം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ട്രേഡ് വിൻഡ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലോട്ടായിരിക്കും കാറ്റ് വീശുന്നത്. ഇപ്പോൾ ട്രേഡ് വിൻഡ് ചോദിച്ചാൽ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് അഥവാ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് കാറ്റ് വീശുന്നത്, അഥവാ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്കാണ് വീശുന്നത്. അതേപോലെ വെസ്റ്റേർലൈസ് ചോദിച്ചാൽ നമ്മുടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്കാണ് കാറ്റ് വീശുന്നത്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് ആ ഒരു കാറ്റ് വീശുന്നത്. പോളാർ ഈസ്റ്റർലൈസ് ആണെങ്കിൽ ഏറ്റവും മുകളിലുള്ള ഹൈ പ്രഷർ ബെൽറ്റ്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്കായിരിക്കും ആ ഒരു കാറ്റ് വീശുന്നത്. ഓക്കെ, അപ്പോൾ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക്. ഈ ഒരു പോയിന്റ് മെയിൻ ആയിട്ട് ഓരോന്നിലും പഠിച്ചു വെച്ചേക്കണം പ്ലാനറ്ററി വിൻഡ്സ് അഥവാ ആഗോള വാദങ്ങളിൽ. അപ്പോൾ ഒന്ന് പറഞ്ഞേ, പ്ലാനറ്ററി വിൻഡ്സ് 3 എണ്ണമാണുള്ളത്. ഏതൊക്കെയാണ്? ട്രേഡ് വിൻഡ്, വെസ്റ്റേർലൈസ്, പോളാർ ഈസ്റ്റർലൈസ്. ഓക്കെ, ക്ലിയർ?
ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോകാം. അതിൻ്റെ ഒരു ഇമേജ് ആണ് ഈ കൊടുത്തേക്കുന്നത് കേട്ടോ. ആ ആരോ മാർക്കൊക്കെ കൊടുത്തേക്കുന്ന ഒരു ഇമേജ് ആണ് ഇത്. കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞ ഓരോ ആൻസറും നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിൽ നിന്ന് അവിടെ കിട്ടും. ഓക്കെ സാർ, നമുക്ക് അടുത്ത സ്ലൈഡ് ഒന്ന് കാണിക്കാം. ഇതാണ് അതിൻ്റെ ഇംഗ്ലീഷ് ആൻസർ. ഇത് ഞാൻ നേരത്തെ കാണിച്ചു തന്നപ്പോൾ പറഞ്ഞിരുന്നു. ഇത് നമുക്ക് ആ ഒരു പ്രഷർ ബെൽറ്റ് പഠിക്കാൻ നിങ്ങൾ ഈ ഒരു ഇമേജ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതേ സെയിം പിക്ചർ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ വിൻഡിൻ്റെ സെക്ഷനും അവിടെ പഠിക്കാമെന്ന് അവിടെ പറഞ്ഞിരുന്നു. ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ പ്രഷർ ബെൽറ്റുകൾ ഏതിൻ്റെയൊക്കെ ഇടയിലാണ് ഓരോ കാറ്റുകൾ ഫോം ചെയ്യുന്നതെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. സാർ അടുത്ത സ്ലൈഡ് കാണിക്കാം. പീരിയോഡിക് വിൻസ് അഥവാ കാലികവാതങ്ങൾ. പീരിയോഡിക് വിൻസ് ആർ ദ വിൻസ് ദാറ്റ് റിപ്പീറ്റ് അറ്റ് റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം. നിശ്ചിത ഇടവേളകളിൽ മാത്രം ആവർത്തിച്ചുണ്ടാകുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പീരിയോഡിക് വിൻസ് എന്ന് വിളിക്കുന്നത്. ദ വിൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു സീസണൽ ഓർ ഡ്യൂണൽ. അതായത് ഈ ഋതുക്കളിലെ ദൈനംദിനമോ ആവർത്തിക്കുന്ന കാലികവാതങ്ങളുണ്ട്. അതായത് ആവർത്തിക്കുന്ന കാലികവാതങ്ങളുണ്ട് ഓരോ ടൈം പീരീഡിൽ മാത്രമായിട്ട്. അതിന് എക്സാമ്പിൾ ആണ് അവിടെ പറയുന്നത് മൺസൂൺ വിൻഡ്. ഓക്കെ, അത് ഒരു പ്രത്യേക ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നത്, മൺസൂൺ വിൻഡ് അനുഭവപ്പെടുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ ചോദിക്കാറുള്ളതാണ്. പിന്നെ അതേപോലെ ആ സെക്ഷനിൽ തന്നെ വരുന്നതാണ് കരക്കാറ്റ്, കടൽക്കാറ്റ്. ഒരു പെർട്ടിക്കുലർ പീരീഡുകളിൽ വരുന്ന കാറ്റുകളാണ്. ഓക്കെ, അതായത് കരക്കാറ്റ്, കടൽക്കാറ്റ് പകലും രാത്രിയുമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. മൗണ്ടെയിൻ ബ്രീസ്, വാലി ബ്രീസ്, പർവ്വത കാറ്റ്, താഴ്വരക്കാറ്റ്, അതും ഇതിനോട് ബന്ധപ്പെടുത്തി പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, അറിഞ്ഞിരിക്കുക. ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചേക്കുന്നത് മൺസൂൺ വിൻഡുകളെ പറ്റിയിട്ടാണ് കേട്ടോ. മൺസൂൺ വിൻഡുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ നോക്കിയേക്കണം. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്ന മറ്റൊരു ചോദ്യം, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമേഷൻ ഓഫ് മൺസൂൺ വിൻഡ്. മൺസൂൺ കാറ്റുകൾ രൂപപ്പെടുന്നതിന് കാരണമായ ഘടകങ്ങൾ ഏതെല്ലാം? ഒന്ന്, അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ. രണ്ട്, കോറിയോളിസ് ഫോഴ്സ്. മൂന്ന്, ഡിഫറൻസ് ഇൻ ഹീറ്റിംഗ്. സൂര്യന്റെ അയനം, കോറിയോളിസ് പ്രഭാവം, തപനത്തിലെ അല്ലെങ്കിൽ താപത്തിലെ അല്ലെങ്കിൽ താപനിലയിലുള്ള വ്യത്യാസം. മൂന്ന് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ചോദ്യം അതേപോലെ പഠിച്ചു വെച്ചേക്കുക. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഫോർമേഷൻ ഓഫ് മൺസൂൺ വിൻഡ്? ഒന്ന്, അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ. രണ്ട്, കോറിയോളിസ് ഫോഴ്സ്. മൂന്ന്, ഡിഫറൻസ് ഇൻ ഹീറ്റിംഗ്. സൂര്യന്റെ അയനം, കോറിയോളിസ് പ്രഭാവം, താപനിലയിലെ വ്യത്യാസങ്ങൾ. ഓക്കെ, യെസ് സാർ, അടുത്ത സ്ലൈഡ് കാണിക്കാം. ഓക്കെ, ഇതാണ് ലോക്കൽ വിൻഡുകൾ എന്ന് പറയുന്നത്. ലോക്കൽ വിൻഡ് ഇന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദങ്ങളുണ്ട്, ലോകത്തിന്റെ പല ഭാഗങ്ങളായി അനുഭവപ്പെടുന്ന പ്രാദേശികവാദങ്ങളുണ്ട്. ഇന്ത്യയിലുള്ളതാണ് ലൂ, മാംഗോ ഷവർ, കാൽബൈശാഖി. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ളതാണ് ചിനൂക്ക്, ഹർമാറ്റൻ, ഫൊൻ എന്ന് പറയുന്ന മൂന്നെണ്ണം. അപ്പോൾ ലൂ ഒന്ന് നോക്കിയേക്കുക, അത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് കാറ്റ് വീശുന്നത്. മാംഗോ ഷവേഴ്സ് അത് ദക്ഷിണേന്ത്യയിലാണ് വീശുന്നതെന്ന് അറിഞ്ഞിരിക്കുക. ഇനി കാൽബൈശാഖി, കാൽബൈശാഖി ബ്ലോസ് ഇൻ നോർത്ത് ഈസ്റ്റ് ഇന്ത്യൻ ആസാം, ആ ഒരു ഭാഗത്താണ് കാൽബൈശാഖി അനുഭവപ്പെടുന്നത്. അതും ഇന്ത്യയിൽ അനുഭവപ്പെടുന്നതാണ്. ചിനൂക്ക് നോർത്ത് അമേരിക്കയിൽ അനുഭവപ്പെടുന്ന കാറ്റാണ് ഏതെന്ന് പറയുന്നത്. നോർത്ത് അമേരിക്കയിലെ റോക്കി പർവ്വത നിരയിൽ അനുഭവപ്പെടുന്ന കാറ്റാണ് ചിനൂക്ക് എന്ന് പറയുന്നത്. അടുത്തത് ഫൊൻ, യൂറോപ്പിലെ ആൽപ്സ് പർവ്വത നിരയിൽ വീശുന്ന കാറ്റാണ് ഫൊൻ എന്ന് പറയുന്നത് കേട്ടോ. സദേൺ വാലി ഓഫ് ആൽപ്സ് അവിടെ വീശുന്ന കാറ്റാണ് എന്ന് പറയുന്നത് ഫൊൻ എന്ന് പറയുന്നത്. അടുത്താണ് ഹർമാറ്റൻ, സഹാറ ഡെസേർട്ട് ടു വെസ്റ്റ് ആഫ്രിക്ക. സഹാറ മരുഭൂമിയിൽ നിന്നും പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന കാറ്റാണ് ഈ ഹർമാറ്റൻ എന്ന് പറയുന്നത്. അതും ഇതേപോലെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്ത്യയിൽ വീശുന്നത് മൂന്നെണ്ണം, ലൂ, മാംഗോ ഷവർ, കാൽബൈശാഖി. ചിനൂക്ക്, ഹർമാറ്റൻ, ഫൊൻ അത് വേൾഡിന്റെ പല ഭാഗങ്ങളിലായിട്ട് വീശുന്നതാണെന്ന് അറിഞ്ഞിരിക്കുക. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഒരു ടേബിൾ കംപ്ലീഷൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഓരോ കാറ്റുകളും ഏത് പ്രദേശത്താണ് വീശുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അതിൽ തന്നെ കൂടുതലായിട്ട് ചോദിച്ചേക്കുന്നത് ലൂ, അതേപോലെ ചിനൂക്ക്, ഹർമാറ്റൻ, ഫൊൻ ഇതാണ് കൂടുതൽ ചോദിച്ചേക്കുന്നത്. മറ്റേ മാംഗോ ഷവറും കാൽബൈശാഖിയും ചോദിക്കൂല എന്നല്ല, എന്നാലും കമ്പാരിറ്റീവ്ലി കുറവാണ് ചോദിച്ചേക്കുന്നത് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ലാസ്റ്റ് സെക്ഷനിലോട്ട് പോകാം. ലാസ്റ്റ് ആണ് വേരിയബിൾ വിൻസ്. വേരിയബിൾ വിൻസ് എന്ന് പറഞ്ഞാലേ അത് എപ്പോൾ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റൂല. അത്തരം കാറ്റുകളാണ് വേരിയബിൾ വിൻസ്. വേരിയേഷൻസ് ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കും. നാളെ ആ ഒരു കാറ്റ് ഉണ്ടാകും നമുക്ക് പറയാൻ പറ്റൂല. അത്തരത്തിലുള്ള കാറ്റുകളാണ് വേരിയബിൾ വിൻസ് എന്ന് പറയുന്നത്. വേരിയബിൾ വിൻസ് ആർ ദ വിൻസ് വിത്ത് എൻറ്റയർലി ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഫോംഡ് ഡ്യൂറിങ് ദ സെർട്ടൈൻ അറ്റ്മോസ്ഫിയറിക് സിറ്റുവേഷൻ. ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന വേരിയബിൾ വിൻസ് അവിടെ ഫോം ചെയ്യുന്നത്. വേരിയബിൾ വിൻസിന് എക്സാമ്പിൾ ആണ് സൈക്ലോൺസും ആന്റി സൈക്ലോൺസും, ചക്രവാതങ്ങളും പ്രതിചക്രവാതങ്ങളും. ഓക്കെ, അപ്പോൾ ഇത്രയും കണ്ടന്റുകളാണ് ഈ ചാപ്റ്ററിൽ നിന്ന്
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. ആ മൺസൂൺ വിൻഡിൻ്റെ എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് നോക്കിയേക്കണം. പിന്നെ ട്രേഡ് വിൻഡ്, വെസ്റ്റർലൈസ്, പോളാർ ഈസ്റ്റർലൈസ്, പ്ലാനറ്ററി വിൻസിന് എക്സാമ്പിൾ ആണ്. അതിൻ്റെ എക്സ്പ്ലനേഷനും ഒന്ന് നോക്കിയേക്കണം. ഇപ്പം നമ്മളൊന്ന് ഓടിച്ചാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ മൂന്നാമതായിട്ട് ഇപ്പോൾ പറഞ്ഞ ലോക്കൽ വിൻഡും ലാസ്റ്റ് പറഞ്ഞ വേരിയബിൾ വിൻഡും ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയേക്കണം. ഇത്രയും കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇത്രയും കാറ്റുകളാണ് ഈ ഒരു ചാപ്റ്ററിൽ എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് ടോട്ടലി പഠിക്കാനുള്ളത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. ഫുൾ മാർക്ക് തന്നെ എന്ത് ചെയ്യാൻ നോക്കുക, ഈ ചാപ്റ്ററിൽ നിന്ന് മേടിക്കാനായിട്ട് നോക്കുക പരീക്ഷയ്ക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക്